അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജോധ്പൂരിലാണ്. നമ്മൾ സാമെന്ന് ഏകദേശം ഒരു 250 കിലോമീറ്ററോളം നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ജോധ്പൂരിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ജോധ്പൂരിൽ നമ്മൾ പുറത്തിങ്ങനെ ഒന്ന് ഇറങ്ങി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് നോക്കുകയാണ്. കംപ്ലീറ്റ്ലി നോൺ വെജ് കാര്യങ്ങളൊന്നും ഇവിടെ അവൈലബിൾ അല്ല, പിന്നെ തേടി കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷേ നല്ല നല്ല അടിപൊളി കടകളുണ്ട് കേട്ടോ, തട്ടുകട പോലത്തെ നല്ല ലൈറ്റെല്ലാം മിന്നുന്ന അടിപൊളി കടകളുണ്ട്. അപ്പോൾ ബർഗർ, പിസ്സ എല്ലാം കിട്ടും, പക്ഷേ എല്ലാം വെജാണെന്നുള്ളൂ. അപ്പോൾ ഞാനൊരു സാൻഡ്വിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ രാജാവ് ഒരു നൂഡിൽസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാജസ്ഥാനിൻ്റെ ജോധ്പൂരിൽ നിന്ന് നമ്മൾ ഇനി പോണത്, ജോധ്പൂരാണ് ഇത്. ഓക്കെ, ജോധ്പൂരിൽ നമ്മൾ പോണത് ജയ്പൂരിലേക്കാണ്. ഓക്കെ, ഫസ്റ്റ് അജ്മീറിൽ പോയിട്ട് അജ്മീർ ജയ്പൂർ. അപ്പോൾ അജ്മീറിലേക്ക് ഏകദേശം 195 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. പിന്നെ അതേപോലെ 130 കിലോമീറ്ററാണ് നമ്മുടെ അവിടെ നിന്ന് അജ്മീറിൽ നിന്ന് ജയ്പൂരിലേക്ക് ഉള്ളത്. ഏകദേശം നമ്മളൊരു 350-ൻ്റെ ഉള്ളിൽ കിലോമീറ്ററാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമ്മളെ ബാഗ് കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ഇതിൻ്റെ മേളത്തെ സ്ഥലത്താണ് നമ്മൾ താമസിച്ചിരുന്നത്. കണ്ടോ, താഴെയൊക്കെ വീട്ടിൽ താഴത്തെ ഗൃഹനാഥൻ്റെ 3 വണ്ടികൾ ഉണ്ടാവും. ഐസ്ക്രീമിൻ്റെ ഫലൂദൻ്റെ ഒക്കെ വണ്ടികളാണ്, അയാളുടെ ഉപജീവനമാർഗ്ഗമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ് ആക്ച്വലി. നമ്മളിതാ തെറിക്കുകയാണ് ഇവിടുന്ന്. നമ്മൾ ശരിക്കും ജോധ്പൂരിൻ്റെ ഔട്ടർ സൈഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എന്ന് വെച്ചാൽ ഏകദേശം സിറ്റിയിൽ നിന്നൊരു 10 കിലോമീറ്റർ നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ട് നമ്മളെ റൂമിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാം കണ്ടോ, എല്ലാവരും എണീറ്റ് വരുന്നേ ഉള്ളൂ. രാവിലെ ആളുകളൊക്കെ നടക്കാൻ ഇറങ്ങുന്നുണ്ട്. അപ്പം ജോധ്പൂരിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് നമ്മുടെ ടാങ്ക് കാലിയായിരിക്കുകയാണ്. അപ്പോൾ പെട്രോൾ ഫില്ല് ചെയ്യാണ്. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. $9 ലിറ്റർ അല്ലേ? 9 ലിറ്ററും 9.21 105 രൂപ 21 പൈസയാണ് ഒരു ലിറ്ററിന് നമ്മുടെ രാജസ്ഥാനിൽ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ജോധ്പൂരിൽ നിന്ന് ഏകദേശം ഒരു 200 കിലോമീറ്ററിൻ്റെ ഏകദേശം 195 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് ഇപ്പം എത്തിയിരിക്കുന്നത് അജ്മീറാണ്. അജ്മീർ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ ഒരു പിലിഗ്രിമാണ്. എന്താ വെച്ചാൽ മുസ്ലിംസിൻ്റെ ഒരു മെയിൻ പ്രാർത്ഥനാ സ്ഥലം കൂടിയാണ് അജ്മീർ. ഓക്കെ, ഗൂഗിൾ മാപ്പിൽ ഇട്ടപ്പോൾ ഗൂഗിൾ മാപ്പ് ഇതേപോലെ ഓരോ ഇടവഴിയാണ് കാണിച്ചു തന്നത്. അതുപോലെ നമുക്ക് നമ്മളെ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട് കണ്ടോ, നിൽക്കണം വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് 4-ാം നമ്പർ ഗേറ്റാണ്. 1-ാം നമ്പർ ഗേറ്റിൻ്റെ അവിടേക്ക് എനിക്ക് തോന്നുന്നു വണ്ടിയൊന്നും അലോടെല്ലാം തോന്നുന്നുണ്ട്, ബൈക്ക്. നമ്മുടെ രാജാവ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വന്ന് രാജാവ് ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. ഭയങ്കര ഇതാട്ടോ, ഇടുങ്ങിയ വഴികളും കണ്ടമാനം മനുഷ്യന്മാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് ഉള്ളിലൊക്കെ. I know you think she's sweet as candy. I know you wanna be with her.
അജ്മീരിൽ നിന്ന് ജയ്പൂരിലേക്കുള്ള യാത്രയിൽ അടുത്ത ബ്രേക്ക് എടുത്തിരിക്കുകയാണ് നമ്മൾ. ഒരു രക്ഷയില്ല, ട്രാഫിക്കും കണ്ടോ, ഫുള്ള് ലോറിയുടെ കളികളാണ്. ട്രാഫിക്കും പിന്നെ പൊടിയും ഒരു രക്ഷയില്ല. അവിടെ ഇവിടെ കുറച്ച് പശുക്കൾ മേയുന്നുണ്ട് കണ്ടോ. ഇവിടെ മൊത്തം ട്രാഫിക്കായിട്ടേ ബൈക്ക് പോലും ഉള്ളിലേക്ക് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയൊരു ഇവിടെ ഒരു ഏകദേശം ഒരു 40 കിലോമീറ്റർ 45 കിലോമീറ്റർ ഉണ്ട് ജയ്പൂരിലേക്ക്. ജയ്പൂർ എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ്റെ തലസ്ഥാനം, പിങ്ക് സിറ്റി എന്നൊക്കെ പറയും. പോയി നോക്കാം ഇനി പിങ്കാണോ വേറെ എന്തെങ്കിലും കളറാണോ എന്നുള്ളത്. മൊത്തം കോട്ടകളുടെ ഒരു കളിയാണ്. കോട്ടകളും രാജാക്കന്മാരുടെ ഓരോരോ കാര്യങ്ങളൊക്കെ പണ്ടത്തെ, അതാണിപ്പം ഈ രാജസ്ഥാനിലെ മെയിൻ അട്രാക്ഷൻസ് ഓരോ സിറ്റിയിലും. അല്ല, ആടുകൾക്കും പശുക്കൾക്കൊന്നും ഒരു പഞ്ഞമില്ല ഇവിടെ. ഗുജറാത്തിൽ പോയപ്പോൾ പശുക്കളെ മുട്ടി നടക്കാൻ വയ്യായിരുന്നു. ആളുകൾ ചാടുന്നില്ല, പക്ഷെ പശുക്കൾ റോട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ സെൻറ്ററിലൊക്കെ നിൽക്കും. രാജസ്ഥാനിലേക്ക് വന്നപ്പോൾ മെയിനായിട്ട് ആടുകളായിരുന്നു. ആ മരുഭൂമിയിലൊക്കെ താർ മരുഭൂമിയിലൊക്കെ പോകുമ്പോണ്ടല്ലോ, ആട് എവിടെ നിന്നാണ് എപ്പോഴാണ് ചാടുന്നത് പറയാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴാ ഒരു അമൂല്യമായ ഒരു സാധനം കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ മെസപ്പൊട്ടാമിയൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പാണ്. കണ്ടോ, ഒരു നല്ലൊരു രാജകീയ സിംഹാസനമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, കംപ്ലീറ്റ് പശുക്കളാണ്. പശുക്കൾ കഴിക്കണം എന്താണെന്ന് വെച്ചാൽ വേണം. അവിടെ ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അവിടെ ഒരു ഭയങ്കര ഉറക്കമാണ്. ഇല്ല, പശുക്കൾ കഴിക്കണത് മാലിന്യമാണ്, അതാ രസം. ഇപ്പോൾ കുറേ വേസ്റ്റുകൾ കുപ്പികളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചാണ് വിശപ്പെടുക്കുന്നത്. ഇലയും കാര്യങ്ങളൊന്നും കഴിക്കില്ല ആക്ച്വലി. ചിലപ്പോൾ ഇതായിരിക്കും ടേസ്റ്റ്, അതുകൊണ്ടായിരിക്കും. നമ്മൾ ജയ്പൂർ സിറ്റിയിലെത്തി. അപ്പോൾ ഗൂഗിൾ മാപ്പ് നമ്മൾ നോക്കി വന്നത് പ്രകാരം നമ്മൾ വന്നപ്പോൾ നമ്മൾ ഈ അംഗനവാടിയുടെ ഫ്രണ്ടിലാണ് വന്ന് നിർത്തിയത്. ജയ്പൂരിലെ അംഗനവാടി കേട്ടോ അവിടെ. കാരണം കുഞ്ഞു കുഞ്ഞു ചെരുപ്പുകളൊക്കെ കണ്ടില്ലേ. ഇത് സിറ്റീൻ്റെ ഉള്ളിലെ ഏതോ ഒരു കോർണറിലാണ് നമ്മളുള്ളത്. ഗൂഗിൾ മാപ്പാണെന്നുണ്ടെങ്കിൽ 8ൻ്റെ പണിയും 16ൻ്റെ പണിയും ഒരുമിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. അത് ബോംബെയിൽ നിന്ന് തുടങ്ങിയ പരിപാടിയാണ്. കാരണം നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അത് ബോംബെ എന്നല്ല, മറ്റേ ഇവിടുന്ന് ഊട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പരിപാടി. അത് ഒരു കാര്യം നേരെ ചോദിച്ചാൽ അത് വളഞ്ഞ് തിരിഞ്ഞ് കണ്ണി കണ്ട ആൾക്കാരുടെ അടുക്കളൻ്റെ ബാക്കിലൂടെ ഒക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തും. എന്നിട്ട് അവിടുന്ന് വേണം പിന്നെ നമ്മൾ റൂട്ട് അടിച്ചിട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ആ പണി നമുക്ക് ജയ്പൂർ എത്തിയപ്പോഴും കിട്ടിയിട്ടുണ്ട്. നമ്മളെ രാജാവത ആകെ എന്താ പറയുക, ഇടങ്ങാറായി നിൽക്കുകയാണ്. എന്താണ് എവിടെ ഒന്നും മനസ്സിലാവണില്ല. എന്താണ് നോക്കാം. അക്കോമഡേഷൻ ഓൾറെഡി നോക്കിയിട്ട് അക്കോമഡേഷൻ്റെ ഇതായിട്ടത് മാപ്പാണ് ഇട്ടത്. പക്ഷേ ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ റൂട്ട് പോകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് റൂട്ട് ചേഞ്ച് ആവും, പെട്ടെന്ന് റൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും. അപ്പോൾ നമ്മൾ അതിലൂടെയൊക്കെ പോകുമ്പോൾ ഫുള്ള് ഭയങ്കര പണിയാണ്. പണ്ടൊന്നും ഗൂഗിൾ മാപ്പ് ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പോൾ വളരെ മോശമായിട്ട് വരികയാണ്. അങ്ങനെ നമുക്ക് റൂമെല്ലാം കിട്ടി. ഓക്കെ, നല്ല അടിപൊളി ടെറസൊക്കെ ഉള്ളത്. മീൻസ് ഇതൊരു ഹോം സ്റ്റേ ആണ്. സെൽഫ് കിച്ചണും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോം സ്റ്റേ ആണ്. അതായത് നമ്മൾ ഈ ട്രാവലേഴ്സിന് ഹിച്ച് ഹൈക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ, ബാക്ക് പാക്കേഴ്സിനൊക്കെ ഉള്ളൊരു ട്രാവലേഴ്സിനൊക്കെ ഉള്ള ഒരു അടിപൊളി സംഭവം സെറ്റപ്പാണ്. കണ്ടാൽ നല്ല വൃത്തിയും വെടിപ്പൊക്കെ ഉള്ള നല്ല ബാൽക്കണി കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സെല്ലാം വാഷ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, വിരിച്ചിടാം. അപ്പോൾ എന്തായാലും നമ്മൾ 2 ദിവസമാണ് നമ്മളിവിടെ തങ്ങുന്നത്. അതിൻ്റെ മെയിൻ റീസൺ കുറച്ച് വാഷിങ് പരിപാടിയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജയ്പൂരിലാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങാണ്. മെയിൻലി ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഏകദേശം നമ്മളെ സിറ്റിയിൽ നിന്ന് കുറച്ചൊരു ദൂരം ഔട്ടറാണെന്ന് തോന്നുന്നുണ്ട്, നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഹോം സ്റ്റേ ആയതുകൊണ്ട് തന്നെ കണ്ട ആ എൻഡിലാണ് നമ്മുടെ റൂം വരുന്നത്. നല്ലൊരു ഏരിയ ആണ് ആക്ച്വലി. ഏരിയ അത്യാവശ്യം നല്ല റഷാണ് കേട്ടോ. പിന്നെ നമ്മുടെ ട്രാഫിക് പോലീസിനെ കണ്ടോ, ട്രാഫിക് പോലീസിൻ്റെ ഡ്രസ്സൊക്കെ നമ്മളെ സ്കൂൾ കുട്ടികളുടെ ഡ്രസ്സ് പോലെ ഉണ്ട്, വെള്ളയും നീലയും കണ്ടോ. പിടിച്ചു വണ്ടി പിടിച്ചാണ്ടോ, കണ്ട വണ്ടി നല്ല എല്ലാവരും നോക്കുന്നുണ്ട്. ഞാൻ പറയാം, വണ്ടിയിലൊക്കെ ആൾക്കാർ തലയിട്ട് നോക്കുന്നുണ്ട്. അതെ
ഓംലെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. തട്ടുകട ഓംലെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ രാത്രി ഇതിനേക്കാളും സൂപ്പറായിരിക്കും. അപ്പോൾ സമയം ഇപ്പോൾ രാവിലെ 7 മണിയായി. നമ്മൾ ജയ്പൂരിലെ റൂം വെക്കേറ്റ് ചെയ്ത് 5 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോണത് ആഗ്രയിലേക്കാണ്. ഏകദേശം 240 കിലോമീറ്റർ 5 മണിക്കൂറിൻ്റെ സമയം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അങ്ങനെ ജയ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്ക്, അതായത് ആഗ്രയിലേക്ക് പോണ വഴി നമ്മളിതാ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. സ്ഥലം ഏതാണെന്ന് അറിയില്ല. ഏകദേശം ആഗ്രയിലേക്ക് 134 കിലോമീറ്റർ ഇനിയും പോകാനുണ്ട്. കണ്ട അവിടെ ആളുകൾ വണ്ടി സർവീസ് ചെയ്യണ്. പിന്നെ കംപ്ലീറ്റ് കൃഷിയിടങ്ങൾ തന്നെയാണ് രണ്ട് സൈഡിലും വരുന്നത്. എല്ലാവരും കൃഷിക്കാർ അങ്ങനെയൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്.